ഹലോ വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുടംപുളിയിട്ട് മുളകരച്ച മീൻകറി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം, അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെൽക്കം ടു മൈ ചാനൽ വിബി ആൻഡ് അച്ചു ഹോം. കുടംപുളിയിട്ട് മീൻ കറി വെക്കാനായി ചെറിയുള്ളി ഒരു 15 എണ്ണം, വെളുത്തുള്ളി 10 അല്ലി, ഇഞ്ചി ഒരു 3 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി, പച്ചമുളക് 2 എണ്ണം അരിഞ്ഞെടുത്ത് വെക്കുക. കറിവേപ്പില ഒരു 2 തണ്ട് വേണം. പൊടികളായിട്ട് ചേർക്കാൻ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇവ മൂന്നും ഒന്ന് പേസ്റ്റാക്കി എടുത്ത് വെക്കണം. കാശ്മീരി മുളക് പൊടിക്ക് പകരം സാദാ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്താൽ മതിയാകും. അയലയാണ് മീൻ എടുത്തിട്ടുള്ളത്. 1 കിലോ അയലയുണ്ട്. ക്ലീൻ ചെയ്യുന്നതിന് മുന്നെയാണ് 1 കിലോ ഉള്ളത്. പിന്നെ വേണ്ടത് കുടംപുളിയാണ്. 4 പീസ് കുടംപുളി, അതായത് ഒരു പുളി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. മീൻകറി തയ്യാറാക്കാം. ഒരു ചട്ടി നല്ലതുപോലെ ചൂടായതിന് ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർക്കണം. വെളിച്ചെണ്ണ ഒരു 4 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല, കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി വഴറ്റിയെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റാൻ. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. ഒരു തണ്ട് കറിവേപ്പില ഇപ്പം ഇട്ടുകൊടുത്ത് വഴറ്റിയെടുക്കാം. ഉലുവയ്ക്ക് പകരം ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർക്കുന്ന ആ സമയത്ത് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ വഴണ്ട് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത് മീൻ കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ സഹായിക്കുന്നതാണ്. പൊടികളുടെ എല്ലാം ആ ഒരു പച്ച ടേസ്റ്റ് മാറി നല്ലതുപോലെ പൊടികളൊന്ന് വഴറ്റി എടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മീൻ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് വെക്കണം. ബാക്കി ഇരുന്ന 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും ഇട്ട് കൊടുക്കണം. ടേസ്റ്റിന് ആവശ്യമായി 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു അടപ്പ് വെച്ച് അടച്ച് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. നല്ലതുപോലെ തിള വന്നതിന് ശേഷം മീൻ ഓരോ പീസുകളായിട്ട് പെറുക്കിയിട്ട് കൊടുക്കണം. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം തവിയോ സ്പൂണോ ഇട്ട് ഇളക്കാൻ പാടില്ല. മീനിട്ട് തിള വന്നതിന് ശേഷം മീൻ പൊടിഞ്ഞു പോകാൻ അത് കാരണമാകും. നല്ലതുപോലെ ഇതുപോലെ ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് മാറ്റി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഒരു 8 to 9 മിനിറ്റ് മതിയാവും സാധാരണ ഒരു മീൻ വേകാനായിട്ട്. മീൻ വെന്ത് ഗ്രേവി നമുക്ക് ആവശ്യമുള്ള പരുവത്തിലാകുമ്പം 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നമുക്ക് മീനിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അതല്ല മീൻകറിയുടെ ഗ്രേവി കുറച്ചുകൂടെ തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ അടുപ്പത്ത് വെച്ച് ഗ്രേവി പറ്റിച്ചെടുക്കാവുന്നതാണ്. മീൻകറി വെച്ചതിന് ശേഷം 6 to 7 മണിക്കൂറിന് ശേഷം മാത്രമേ കറി സെർവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടൂ. താങ്ക് യു.